ലാൽ സാറിൻ്റെ വൈഫായിട്ട് സുജി മാം എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയക്ക് നൽകുക? കാരണം ഏറ്റവും വലിയ നമുക്ക് ഇറീപ്ലേസബിൾ എന്ന് പറയുന്നത് പോലെയാണ് ലാൽ സാർ. ചേട്ടൻ്റെ വൈഫായിട്ടിൻ്റെ കൂടുതൽ മായൻ്റെ അമ്മയായിട്ടല്ലേ എനിക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുക്കാനുള്ള അഡ്വൈസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയും പറഞ്ഞിട്ട് എല്ലാവരെയും ബോറടിപ്പിക്കണ്ട. എത്ര പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് മാം. ഇറ്റ്സ് എ വെരി പ്രൗഡ് മൊമെൻറ്റ് എനിക്ക്. How do you all do this? I mean, anyways, I'm not used to... Anyways, so actually it's a very special day for me because it marks my daughter Vismaya's Thudakkam into this beautiful world of cinema. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്കൊരു കുറേ കൊല്ലത്തിനും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഓർമ്മ വരുന്നത്. മായയും അപ്പുവും, ഐ തിങ്ക് അപ്പു ഒരു 12 and മായ 8 ആയിരിക്കുമ്പോൾ വീട്ടിൽ we did a home film called Angry Maya and Appu was the director and actor and Maya was playing the main character. ഞാൻ എന്നിട്ട് ക്യാമറേൻ്റെ പിന്നിലായിരുന്നു. അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ദാറ്റ് 2 പിള്ളേരും ഈ സിനിമയിലോട്ട് കാൽ കുത്തി വെക്കുമെന്ന്. So it's all God's pre-planned destiny that's come about, and I think the universe also works towards it when He wants it that way. And today, actually, ee kollam thane is very special to us because ende chetna Dada Saheb Phalke award kitti. ഇന്ന് അപ്പുവിൻ്റെ DS ഹീറോയിൻ്റെ റിലീസാണ്. അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഇഫ് ഹീസ് ഗോയിങ് ടു ആക്ട് എല്ലാം കൊല്ലം കുറേ സിനിമ വരുന്നുണ്ട് വെച്ചാൽ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. പക്ഷേ ഇവൻ വന്നിട്ട് 2 കൊല്ലത്തിൽ ഒരു പടം ചെയ്യും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ്, ഫസ്റ്റ് ഫിലിം. എവറി ഇയർ ഹി ഡസ് എ ഫിലിം, സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ. And I take this opportunity to wish the DS Hero team all the best for their big day today. പിന്നെ കമ്മിങ് ടു തുടക്കം, ആക്ച്വലി മായ എന്നിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് അഗോ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ ചേട്ടനത് പറഞ്ഞു. ആൻഡ് ലൈക്ക് ഹി സെഡ് ബിഫോർ, ചേട്ടൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ബട്ട് ആസ് പേരൻസ് നമ്മളുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിൻ്റെ പറ്റി അവരെന്നെയും പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദെം ഇൻ എനി വിച്ച് വേ വി ക്യാൻ, ആൻഡ് ദാറ്റ്സ് വാട്ട് വീവ് ഡൺ. ആൻഡ് അങ്ങനെയാണ് തുടക്കം. ജൂഡായിട്ട് ഒരു 2-3 കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡ് വേറെ 2 കഥ കൊണ്ടുവന്നു, അത് നമുക്ക് വർക്കായില്ല. പിന്നെ അപ്പം ഞാൻ വിശാഖ് പറഞ്ഞു, ജൂഡ് വന്നാൽ ഇപ്പോൾ ഒരു ന്യൂസ് ഇല്ലല്ലോ ജൂഡിൻ്റെ. പറഞ്ഞു, ചേച്ചി ജൂഡല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും. അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഇഷ്ടമായി. അതെല്ലാം കേട്ടിട്ട് ഞാൻ ആൻ്റണിയത്ത് പറഞ്ഞു, ആൻ്റണി ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട്. ആൻ്റണി കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു, ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ? അപ്പം ഞാൻ ആൻ്റണിയെ നോക്കിയിട്ട് പറഞ്ഞു, എന്ത് ചോദ്യം അത്? ആൻ്റണി, ആശീർവാദ് സിനിമാസ്. അപ്പോൾ ആൻ്റണി, ഞാനോ? ഞാൻ പറഞ്ഞു, വേറെ ആര്? ആൻ്റണി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ആൻ്റണി വെരി ഗ്രേഷ്യസ്ലി ഹി ഹാസ് മെയ്ഡ് ഇറ്റ് എ റിയാലിറ്റി ടുഡേ. താങ്ക് യു ജൂഡ്, and thank you to all the people who are working behind Thudakkam. And Maya, this is for you. With your grandparents' blessings, ivideയുള്ള എല്ലാവരുടെയും blessings, and by the grace of God, I wish you all the very best in your new beginning for your Thudakkam. Thank you. And yes, ആശിഷിനെ ആദ്യം ഇവിടെ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ആശിഷ്, all the very best. I can't say it's your Thudakkam because you were there in Empuran, but still all the very best. You guys will rock. Thank you. God bless. So much, ma'am.